കൊച്ചിയിൽ വയോധികനായ പിതാവിനെ മകൻ ആക്രമിക്കുന്നതാണ് കണ്ടതെങ്കിൽ ഇടുക്കി ഉടുമ്പന്നൂരിൽ സ്വന്തം മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച അച്ഛനാണ് ഉള്ളത്. ആ സംഭവത്തിൽ പിതാവ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഉടുമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 15-കാരനായ മകനാണ് അച്ഛന്റെ അതിക്രമത്തിൽ പരിക്കേറ്റത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ മകനെ ഉപദ്രവിക്കുകയായിരുന്നു. സാഗർ വിവരങ്ങളുമായുണ്ട്. സാഗർ, 15-കാരനായ മകനാണ്. കയ്യിലെ കെട്ട്, ദേഹത്ത് മുഴുവൻ പാടുകൾ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് ഇത്തരം അതിക്രമങ്ങൾ കാണിക്കാറുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ കസ്റ്റഡിയിലാണോ പ്രതി? തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിലാണ് ഇത്തരത്തിൽ സ്വന്തം മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പിതാവ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഉടുമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് മകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15-കാരനായ നജീബിന്റെ മകനാണ് ഇത്തരത്തിലൊരു പരിക്ക് ഏറ്റിട്ടുള്ളത്. ഇന്നലെ രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ സ്വന്തം മകനെ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന വടിയും കസേരയും ഉപയോഗിച്ചാണ് നജീബ് മകനെ തല്ലിയതെന്ന് ഈ കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയെ ആദ്യം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ ഇടപെട്ടാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് നജീബിനെ എതിരെ കേസെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിൽ മർദ്ദനം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നജീബിനെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെയാണ് ചുമത്തി കേസ് എടുത്തിരിക്കുന്നത്. ചൈൽഡ് ലൈൻ അധികൃതരും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞു. ഇയാളെ നജീബിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സാഗർ, ഈ കുട്ടിയുടെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അമ്മയ്ക്ക് കുട്ടിയെ പോറ്റാൻ പറ്റാത്ത സാഹചര്യമാണോ? ഏത് തരത്തിലുള്ള സുരക്ഷയാണ് കുട്ടിക്ക് ഇപ്പോൾ ഉറപ്പുവരുത്തുന്നത്? കുട്ടിയുടെ മാതാവ് തന്നെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ചു. ഇപ്പോൾ കുട്ടിയുടെ ഉൾപ്പെടെയായിട്ട് ഇന്നലെ രാത്രി ആശുപത്രിയിലെത്തിയത്. ഈ കുട്ടി വീട്ടിലേക്ക് താമസിച്ചെത്തി എന്നൊരു കാരണം പറഞ്ഞാണ് ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം പിതാവ് നടത്തിയെന്ന് കുട്ടിയുടെ മാതാവ് തന്നെ പോലീസിനോടും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുട്ടിയെ സ്ഥിരമായി ഇത്തരത്തിൽ ഇയാൾ തല്ലാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഇയാൾ ആക്രമണം നടത്തിയത്. ഈ ചെറിയ നിസ്സാര കാരണം പറഞ്ഞാണ് കുട്ടിയെ ക്രൂരമായി ഇത്തരത്തിൽ ഉപദ്രവിച്ചത്. കുട്ടിയുടെ ശരീരമാസകലം ഇത്തരത്തിൽ ഇയാൾ ഈ വടി കൊണ്ടും കസേര കൊണ്ടും ആക്രമിച്ച പാടുകളുണ്ട്. അത് നമുക്ക് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. ഈ കുട്ടിയുടെ മാതാവ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. കാരണം പിതാവ് പലപ്പോഴും മദ്യപിച്ച ശേഷം വീട്ടിൽ വന്ന് കുട്ടിയെ തല്ലാറുണ്ടെന്നുള്ള കാര്യം മാതാവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാതാവും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഇടപെട്ടാണ് ഇന്നലെ ഇത്തരത്തിലൊരു മർദ്ദനം നടന്നപ്പോൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുട്ടിയുടെ അടിസ്ഥാനത്തിലാണ്, മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിതാവിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.